ഹായ് ഫ്രണ്ട്സ്, ഫ്ലേവേഴ്സ് ഓഫ് ജാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കർക്കിടക മാസത്തിൽ കഴിക്കുന്ന തേങ്ങ മരുന്നാണ്. ഇതിനു വേണ്ടി ഞാനിവിടെ 300 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. 300 ഗ്രാം പറഞ്ഞാൽ 5 അച്ച് ശർക്കര ഉണ്ടാവും. ഇനിയിപ്പോൾ അത്ര മധുരം വേണ്ടെങ്കിൽ ഒരു 4 എണ്ണോ അല്ലെങ്കിൽ 4.5 ഒക്കെ ചേർത്താൽ മതി. 5 അച്ച് ശർക്കര കറക്റ്റ് പാകമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. തേങ്ങ മരുന്ന് എന്ന് പറഞ്ഞിട്ട് പൊടി കിട്ടുന്നതാണിത്. പിന്നെ ഒരു വലിയ തേങ്ങ വറുത്തെടുത്തതാണ്. കരിഞ്ഞൊന്നും പോകാതെ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. വറുത്തെടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട, വെറുതെ വറുത്തെടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ വറുത്തെടുക്കണം. പിന്നെ ഈ തേങ്ങ മരുന്ന് ഇതിൻ്റെ ഉപയോഗക്രമം ഇതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതേപോലെ ചെയ്താൽ മതി. അതേപോലെ തന്നെ ഇത് ആയുർവേദ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും. ഈ മരുന്നിൻ്റെ പൊടി അല്ലാത്തതും കിട്ടും കേട്ടോ. പക്ഷേ അത് നമ്മൾക്ക് നല്ല പ്രയാസമാണ്, അത് ഇടിച്ചൊക്കെ ഉണ്ടാക്കണം. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഈ തേങ്ങ ചുട്ടിട്ടാണ് ഇത് ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ ചുടേണ്ട ആവശ്യമൊന്നുമില്ല, തേങ്ങ വറുത്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഈ വറുത്തെടുത്ത തേങ്ങ മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ശർക്കര ഒന്ന് ചീകിയെടുക്കണം. ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഇങ്ങനെ ഇതുപോലെ ചീകിയെടുത്താൽ മതി. അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈ ഇടിക്കുറ്റിയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ട് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇതിലാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ 5 അച്ച് ശർക്കരയും ഞാൻ ഇതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ഓരോ അച്ച് ഇതുപോലെ ചീകിയെടുത്തതിന് ശേഷം കുറേശ്ശെയായിട്ട് ഞാൻ ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ശർക്കര ഇങ്ങനെ ഒരു വെള്ളമായ പോലെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവാതെക്കാനും വേണ്ടിയിട്ടാണ് ഇതിൽ കുറേശ്ശെയായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. കർക്കിടക മാസത്തിൽ ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നത് ശരീരത്തിന് നല്ലതാണ്. ശരീരവേദന, അതേപോലെ പുറം വേദന, കാലുവേദന, പിന്നെ ഊരവേദന ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വേദനകൾക്കൊക്കെ നല്ലതാണ് ഈ ഒരു മരുന്ന് കഴിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് പണ്ടുള്ളവരൊക്കെ എല്ലാ കർക്കിടക മാസത്തിലും ചെയ്തിരുന്നതാണ്. ഇപ്പോഴുള്ള കാലത്ത് ഇതൊക്കെ അധികം ആരും ചെയ്യൂല. ഇതൊക്കെ പണിയാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യാതിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ പൊടി വാങ്ങാൻ കിട്ടുന്നതുകൊണ്ട് വിശ്വാസമുള്ള കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെയുള്ള പൊടി വാങ്ങിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ പണി എളുപ്പമാണ്, നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. ഇപ്പോൾ ഈ ശർക്കര ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിലേക്ക് ഇനി മരുന്നും കൂടെ ചേർക്കാനുള്ളതല്ലേ. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തേക്ക് ഇതിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ ഈ തേങ്ങ മരുന്നും കൂടെ പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും കൂടെ ഞാൻ കറക്കിയെടുക്കുന്നുണ്ട്. അത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഈ ശർക്കരയൊക്കെ എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ എല്ലാ ഭാഗത്തും നമ്മളിതുപോലെ കയ്യിലുകൊണ്ട് ഇളക്കിയാലൊന്നും എല്ലാ ഭാഗത്തും ആയി കിട്ടൂല. കാരണം ശർക്കരയിൽ ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം ഉള്ളതുപോലെയാണല്ലോ. അപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിത് ഒന്ന് പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. കുറച്ച് ദിവസം വെക്കാനൊക്കെ ആണെങ്കിൽ കേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ കുറേ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ തീരും, അധികമൊന്നും ഉണ്ടാവില്ല. 1-2 ആളുകളെ കഴിക്കാനുള്ളൂ എന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസത്തിനുണ്ടാവും. അപ്പോൾ ഇത് കേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതൊന്നും കൂടെ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ സിമ്മിലിട്ടിട്ട് ചെറുതായിട്ടൊന്നും കൂടെ ചൂടാക്കിയെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പണി വേണ്ട, മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇത് തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് തന്നെ എല്ലാതും അതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ചൂടാക്കിയതിന് ശേഷം പിന്നെ അതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ദാ നല്ല തരിതരിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് എല്ലാ ഭാഗത്തും മിക്സായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്ലേവേഴ്സ് ഓഫ് ജാസ് എന്ന ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുക.